ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമ്മുടെ കണ്ണപ്പയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മളിതിന്റെ ടീസറും ഒന്ന് രണ്ട് ഗ്ലിംസും ഒക്കെ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞ ഇത് നമുക്ക് വലിയ പ്രതീക്ഷ അതിൽ നിന്ന് കിട്ടിയില്ല. ഈ ഗ്ലിംസിനകത്തുനിന്നും ടീസറിനകത്തുനിന്നും നമുക്ക് അത്ര വലിയൊരു പ്രതീക്ഷ കിട്ടിയില്ല. പിന്നെ ഇതിനകത്ത് നമുക്കറിയാം കാമിയോസ് ഒരുപാട് വരുന്നുണ്ട്. നമ്മുടെ ലാലേട്ടൻ, അതുപോലെ തന്നെ പ്രഭാസ്, അക്ഷയ് കുമാർ, അങ്ങനെ കാമിയോ റോൾസുകൾ ഈ കാണിച്ച് നമ്മളെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഈ കണ്ണപ്പ. പിന്നെ ഇതിനകത്ത് വിഷ്ണു മഞ്ജുവാണ് മെയിൻ റോളിൽ വരുന്നത്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയാൻ നമ്മുടെ സ്റ്റീഫൻ ദേവസിയാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പം ട്രെയിലർ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല, കണ്ടു തന്നെ അറിയാം. ഇതുവരെയുള്ള പ്രതീക്ഷകൾ മാറ്റിമറിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ട്രെയിലർ കണ്ടു നോക്കാം. വായുലിംഗത്തെയും തിന്നനെയും ആ ഗ്രാമത്തെയും തകർത്ത് തരിപ്പണമാക്കി ആ വായുലിംഗത്തെ ഇവിടേക്ക് കൊണ്ടുവരും. ആ തിന്നൻ സാധാരണക്കാരനല്ല. അവനെ താണ്ടി വായുലിംഗത്തിനടുത്തെത്തുന്നത് അസാധ്യം. വായുലിംഗത്തിന്റെ മേൽ ദുഷ്ടന്മാരുടെ ദൃഷ്ടിപ്പെട്ടിട്ടുണ്ട്. ഈ വായുലിംഗ രഹസ്യം സംരക്ഷിക്കാൻ എന്റെ പ്രാണനാൽ ഉറപ്പ് നൽകുന്നു. ഇനി ഒരു കുഞ്ഞിന് പോലും ഈ ഗ്രാമത്തിൽ അപകടം സംഭവിക്കില്ല. ഇതെന്റെ വാക്ക്, തിന്നന്റെ വാക്ക്. ശിവനെ കല്ലെന്ന് പറയുന്നു. കല്ലിനെ കല്ലെന്ന് പറയാതെ വേറെന്ത് പറയാനാ? പറയുന്നത് കേൾക്കാത്ത ആളുകളോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ദൈവത്തെ ധിക്കരിക്കുന്നവർക്കും മുതിർന്നവരുടെ വാക്കിന് വില കൊടുക്കാത്തവർക്കും ഈ നാട്ടിൽ സ്ഥാനമില്ല. സത്യത്തിൽ ഈ കല്ല് കാട്ടിക്കൊണ്ട് കളഞ്ഞാൽ നിന്റെ ഭ്രാന്ത് മാറും. ഇതൊരു കുത്തിക്കുറിപ്പെന്ന് പറയല്ലേ. ഇങ്ങനെ ഒരാൾ അങ്ങയുടെ നല്ല ഭക്തനാണെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ദേവിയെ പോലെ ഞാനും ആ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. രുദ്ര, ആരാ നീ? ആ മുതിർന്നവരെക്കാൾ മുതിർന്നവൻ ഞാനാ. എന്നേക്കാൾ വലിയ ശോഭത്തനം ഈ സൃഷ്ടിയിലുണ്ടാവില്ല. എന്തൊക്കെ ഞാൻ കരുതിയിരുന്നത്. നീയും നിന്റെ ദൈവവും കൂട്ടുകള്ളന്മാർ തന്നെ. ശിവായ എന്ന് നീ മനസ്സുരുകി വിളിക്കേ. അത് ഈ ജന്മത്തെ നടക്കില്ല. നീ അത്രയ്ക്ക് സാമർഥ്യശാലിയോ? അസ്ത്രവിദ്യയിൽ നിന്നേക്കാൾ കേമനുണ്ടെന്നറിഞ്ഞ് സഹിക്കാൻ കഴിയാതെ അവന്റെ തള്ളവിരൽ ഛേദിപ്പിച്ചത് നീയല്ലേ? പൊയ്ക്കോളൂ ഇവിടുന്ന്, വേഗം പൊയ്ക്കോ. ഇനി ഞാൻ നിന്നെ വിട്ടു പോവില്ല. ഇതെന്റെ വാക്ക്, തിന്നന്റെ വാക്ക്. ശിവലീല. ട്രൂ സ്റ്റോറി. നമുക്ക് ടീസർ കണ്ടപ്പോൾ കിട്ടിയ ആ ഒരു ഫീൽ തന്നെയാണ് ഇതിനകത്ത് വന്നത്. എന്ന് വെച്ചാൽ ബിഗ് ബഡ്ജറ്റ് മൂവി ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ അത്ര വലിയൊരു ഇമ്പാക്ട് ഇതിനകത്ത് ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ നമ്മള് വിഷ്വല് നല്ല രസമുണ്ട്. വിഷ്വല് ഇപ്പൊ ഈ പറഞ്ഞിട്ട് അതിന്റെ ആ ഒരു സീനറീസ് ഒക്കെ ഇപ്പം ന്യൂസിലാൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇതിന്റെ ഷൂട്ട് നടന്നത്. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല രസമുണ്ട്. കണ്ണിന് കുളിർമ ആ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു റിച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിലോട്ട് ആ ഒരു ഭയങ്കര VFX സംഭവങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കൊരു ഇമ്പാക്ട് ഉണ്ടാക്കത്തില്ല. അങ്ങനത്തെ ഒരു സംഭവം ഇതിനകത്ത് കിട്ടുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമുക്കറിയത്തില്ല ഇതിന്റെ സ്റ്റോറി ലൈനും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അവർ ചിലപ്പോൾ ഫോക്കസ് ചെയ്തേക്കുന്നത്. സിനിമ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് ഈ കാമിയോ റോൾസ് നമ്മൾ പറയുന്നതുകൊണ്ട് തന്നെ ലാലേട്ടൻ, പ്രഭാസ് അങ്ങനെയുള്ളവരൊക്കെ വരുന്നുണ്ട്. അപ്പം ഇപ്പൊ ലാലേട്ടന്റെ കാര്യം എടുത്ത് അറിയാം. ഇപ്പൊ 2-3 പടങ്ങൾ ഇല്ലേ, 2 പടങ്ങള് ഈ പറഞ്ഞിട്ട് ഭയങ്കര ഹിറ്റാണ്. ഇപ്പം റീ റിലീസ് ഇറങ്ങിയ ചോട്ടാവുമ്പോ ആണെങ്കിലും ഭയങ്കര തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനുശേഷമാണ് ഇപ്പൊ ഈ ഒരു സിനിമ ഇപ്പൊ വരാൻ പോകുന്നത്. ഇതിനകത്ത് ഒരു കാമിയോ റോളാണ് എങ്കിലും അത് കാണാൻ വേണ്ടി ലാലേട്ടന്റെ ഫാൻസ് ഉറപ്പായിട്ട് കയറുമെന്നറിയാം. അപ്പം അത് നല്ലതാകട്ടെ എന്ന് ലാലേട്ടന്റെ എന്ന് വെച്ചാൽ സിനിമ മോശമാണെങ്കിലും അങ്ങനെ വതിരിവാണെങ്കിൽ നമ്മുടെ ലാലേട്ടന്റെ പാട്ടെങ്കിലും നമുക്ക് നല്ലതായിട്ട് കിട്ടണമെന്നാണ് ഞങ്ങളുടെ പ്രത്യേകിച്ച് ഒരാഗ്രഹം. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് പ്രഭാസിന്റെ ഒക്കെ സീൻ കാണിച്ച രസം ഉണ്ടായിരുന്നു. പുള്ളിയുടെ ആ ഒരു സംഭവങ്ങളൊക്കെ രസം ഉണ്ടായിരുന്നു കാണാൻ.
പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഇത് ട്രൂ സ്റ്റോറി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കാണിച്ചു. പക്ഷെ 1-2 ഡയലോഗ് എനിക്ക് നേരത്തെ വേറെ നിലയിൽ പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടല്ലോ ഇതിനകത്ത്. വേറെ സിനിമയിലൊക്കെ തന്നെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തോന്ന് അറിയത്തില്ല. നേരത്തെ ഉള്ളൊരു ഫീലൊക്കെ തന്നെയാണ്. അമിത പ്രതീക്ഷ എന്തോലും നമ്മൾ വെക്കുന്നില്ല. വലിയ പ്രതീക്ഷ ഇല്ലാതെ തന്നെ ഇരുന്നാൽ മതി. ബാക്കി പടം കാണുന്നുണ്ട്, കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.